ഹലോ, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്കും എൻ്റെ പോലെ പ്രായമുള്ളവർക്കും വേണ്ടിയാണ്. എനിക്ക് ഇതിന് മുൻപൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിൽ ഗ്രാൻഡി സ്റ്റോറി ടൈം എന്നുള്ള പേരിൽ കുട്ടികളോട് കഥ പറയുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി കുട്ടികൾക്ക് ഇങ്ങനെ കഥ കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയൊക്കെ അങ്ങനെ നിന്നുപോയി. ഇപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോയുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നെപ്പോലെ എൻ്റെ അത്രയും അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് സമകാലിക ഏതെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ സംവദിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. സ്കിൻ കെയർ വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഏത് പ്രായത്തിലുള്ളവരും സ്കിൻ കെയർ വളരെയധികം ശ്രദ്ധിക്കുന്ന, നമ്മുടെ ചർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ആണ് ഇപ്പോൾ. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ പ്രായത്തിലുള്ള ആളുകളോട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ല. ഞാനൊരു എഴുത്തുകാരിയാണ്, ബേസിക്കലി ചിത്രകാരിയും. കുറച്ചധികം പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പേര് ചോദിക്കും. പ്രസിദ്ധയല്ല ഞാൻ, എൻ്റെ പേര് ബ്രിജി KT. ഇങ്ങനെ എഴുതും, പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യും, അങ്ങനെ. അപ്പോൾ ഈ സ്കിൻ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് കാലത്ത് ഏത് റീലെടുത്താലും യൂട്യൂബ് എടുത്താലും പിന്നെ FB, ഇൻസ്റ്റഗ്രാം എല്ലാത്തിലും ഈ സ്കിൻ കെയറിന് വേണ്ടിയുള്ള ക്രീമുകൾ ഉണ്ടാക്കുന്നതും വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളെ കൊണ്ട് ക്രീമുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത ക്രീമുകൾ ആണ്. ഇതിലെല്ലാത്തിലും നായകൻ അല്ലെങ്കിൽ നായിക അലോവേര തന്നെ. എങ്കിലും അങ്ങനെ വീട്ടിൽ തന്നെ കിട്ടുന്നത്, ഇപ്പോൾ വീട്ടിലുള്ള പഴം, പച്ചക്കറി, പിന്നെ അല്ലെങ്കിൽ മസാലപ്പൊടിയല്ല, മസാലയ്ക്ക് ഉപയോഗിക്കുന്ന പട്ട, അങ്ങനെയുള്ള, പിന്നെ മുടി വളരാനാണെങ്കിൽ റോസ്മേരി, പിന്നെ ക്ലോവ്സ്, അങ്ങനത്തെ ഓയിലുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ പല രീതിയിലും മുടിയും ഇതും. ഇപ്പോൾ ഏറ്റവും അധികം ഇപ്പോഴത്തെ പിന്നെ വ്യൂവർഷിപ്പ് ഉള്ളതാണത്രേ. ഞാൻ അതങ്ങനെ വായിച്ചതാണ്. ഇപ്പോഴത്തെ ഈ ക്രീമുകൾ ഉണ്ടാക്കുന്നത്, ആ ക്രീമുകൾ ഉണ്ടാക്കുന്നതിൻ്റെ വളരെ ആകർഷണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, വളരെ കിച്ചണിലൊക്കെ ഹാൻഡി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് പിന്നെ നമ്മുടെ ചർമ്മത്തിന് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാവാത്ത, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും കൂടുതൽ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ഇത് തന്നെ ഉപയോഗിക്കുമ്പോൾ ഇവർ അവകാശപ്പെടുന്ന റിസൾട്ട് അത് കിട്ടണമെങ്കിൽ നമുക്ക് മറ്റുള്ള ചില ഘടകങ്ങളും നമ്മുടേതായ പ്രായമുള്ളവർക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇവർ അവകാശപ്പെടുന്ന ഈ കൊറിയൻ സ്കിൻ, ഗ്ലാസ് പോലെ ഇരിക്കുന്ന സ്കിൻ, അല്ലെങ്കിൽ ചൈനക്കാരുടെ സ്കിൻ, അതൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ വാസ്തവത്തിൽ ആദ്യം പറയുന്നത് തന്നെ നിങ്ങൾക്ക് മുഖം വെളുക്കണോ എന്നാണ്. അപ്പോൾ വെളുപ്പാണ് സൗന്ദര്യം എന്നുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ നമുക്ക് ഏത് കാലത്തും ഉണ്ട്. അപ്പോൾ വെളുക്കാനോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഇപ്പോൾ കരിമംഗല്യം അങ്ങനെയൊക്കെ പോകാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ ഈ ചെറിയ പാലുണ്ണി പോലത്തത്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് സ്വന്തമായി വീട്ടിൽ ക്രീമുകൾ ഉണ്ടാക്കി ചെയ്യാമെന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ പ്രായമുള്ളവരത് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഓരോ രാജ്യത്ത്, ഇപ്പോൾ നമുക്ക് പുറത്തു പോകാനൊക്കെ ഉള്ള അവസരമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്, അവരൊക്കെ നേരിട്ടടുത്ത് കണ്ടതുകൊണ്ട് പലരുടെയും സ്കിൻ, പല രാജ്യങ്ങളിലുള്ള സ്കിന്നുകളെല്ലാം വളരെയധികം വ്യത്യസ്തമാണ്. അത് ഓരോ റേസ് എന്ന് പറയും അതിന്. യൂറോപ്യൻ സ്കിന്നല്ല ആഫ്രിക്കക്കാർക്ക്, അല്ലെങ്കിൽ അതല്ല ചൈനക്കാരുടെ, അല്ലെങ്കിൽ ജപ്പാൻകാരുടെ, അങ്ങനെ എല്ലാവരുടെയും സ്കിൻ വളരെയധികം, അവരുടെയൊക്കെ ഈ ചൈന, പിന്നെ കൊറിയ, ജപ്പാൻ, അങ്ങനെയുള്ളവരുടെയൊക്കെ ഈ സ്കിന്നിന് ആക്ച്വലി ഒരു പോറസ് പോലും ഉണ്ടാവില്ല, അത് മേക്കപ്പ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും. അപ്പോൾ അതുപോലത്തെ ആ സ്കിൻ വേണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഭാരതത്തിൽ തന്നെ ഡൽഹി ഭാഗത്തുള്ള, നോർത്ത് ഇന്ത്യയിലുള്ള സ്കിന്നല്ല, കാശ്മീരിലൊക്കെ ഉള്ള സ്കിന്നല്ല സൗത്തിലേക്ക് വരുമ്പോഴേക്കും, കേരളത്തിൽ തന്നെ എത്രയോ തീരപ്രദേശങ്ങളിലുള്ളവരുടെ സ്കിന്നും മറ്റുള്ളവരുടെ സ്കിന്നും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക്
പിന്നെ പല രീതിയിലുള്ള ഒരാൾക്ക് അലർജി ആവുന്നത് മറ്റൊരാൾക്ക് ഉപകാരപ്രദമായിരിക്കും. അങ്ങനെയാണ് ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യാസം. പിന്നെ ഇതിലുള്ള ഘടകങ്ങളാണ് ഒന്ന് ജെനറ്റിക്സ്, പിന്നെ ഒന്ന് പാരമ്പര്യം. അതും ഉണ്ട് സ്കിന്നിനും മുടിക്കും. പാരമ്പര്യമില്ലാത്തത് പാരമ്പര്യം രോഗങ്ങൾക്ക് പോലെ തന്നെ ബാഹ്യ നമ്മുടെ അപ്പിയറൻസിനും എല്ലാം അങ്ങനെ ഉള്ള പാരമ്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാം പിന്നീട് നോക്കേണ്ടത് നമ്മൾ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി എല്ലാം കുറയും. പിന്നെ പുരികം കൊഴിയുന്നു, അല്ലെങ്കിൽ കണ്ണ് സാഗ് ചെയ്യുന്നു, ഇതൊക്കെ അങ്ങനെ മുടി കൊഴിയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടും വരും. പിന്നെ സൂര്യതാപമേൽക്കുന്നത്, കാലാവസ്ഥ, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഏത് ക്രീം ഉണ്ടാക്കുമ്പോഴും നാം അത് തേക്കുമ്പോഴും അത് പിന്നീട് വെച്ച് കഴുകി കഴിയുമ്പോഴും നമുക്ക് ഒരുപാട് ഇങ്ങനെ മസാജ് ചെയ്യാനുള്ളൊരു പ്രവണതയുണ്ടാവും. മസാജ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ആക്ച്വലി നമ്മുടെ ഈ പിന്നെ സ്കിന്നിനടിയിലുള്ള രക്തക്കുഴലുകളെല്ലാം വികസിക്കുകയും അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോ ഉണ്ടാവും. അതൊരു നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ മുടിയും മസാജ് ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യം അതെല്ലാം നല്ലതാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്കതിൻ്റെ കൂടെ ഉള്ളിലേക്ക് കഴിക്കുന്ന വൈറ്റമിൻസും ഭക്ഷണവും കൂടി ഇതിൽ വേണം എന്ന് പറയാനാണ്. അത് ചെറുപ്പക്കാർക്കല്ല. ചെറുപ്പക്കാർക്ക് ഇപ്പം നമ്മുടെ സ്കിന്നൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് ചില സമയം എടുക്കുന്നുണ്ടാവും. നമുക്ക് കൊളാജൻ കുറവ്, കൊളാജനൊക്കെയാണ് ഏറ്റവും അധികം ഇതിന് ഉപയോഗപ്രദമായി നമ്മുടെ സ്കിന്നിൻ്റെ പിന്നെ ഇത് നിയന്ത്രിക്കുന്നത്. പിന്നെ ഈസ്ട്രോജൻ, മെനോപാസ് കഴിയുമ്പോൾ ഈസ്ട്രോജൻ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത്. ഇപ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങളും അത് രീതിയിൽ പ്രോട്ടീൻ അങ്ങനെ ഓരോന്ന് കാലറി നോക്കിയിട്ട് കഴിക്കുമ്പോഴും നമുക്ക് ഈ സ്കിന്നും മുടിയും എല്ലാം വളരെ വ്യത്യാസമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ക്രീം ഉണ്ടാക്കുന്നതൊക്കെ ഒരു എക്സ്പെക്റ്റേഷനാണത്. നമ്മളൊരു ക്രീം ഉണ്ടാക്കുന്നു, കുറച്ച് ദിവസം ചെയ്ത് നോക്കുന്നു, അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പെക്റ്റേഷനാണ്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. പിന്നെ മനുഷ്യർ സ്ട്രെസ് കൊണ്ടും നമ്മുടെയൊക്കെ പ്രായത്തിൽ ഒരുപാട് സ്കിന്നൊക്കെ മോശമാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇപ്പോൾ എനിക്ക് പിന്നെ ഈ വീഡിയോ കാണിക്കുന്നവരോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ക്രീം ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നവരോടൊന്നും എനിക്കൊരു വിരോധമില്ല. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ, ചെയ്യുന്നവർ ചെയ്യട്ടെ. പക്ഷേ ചെറുപ്പക്കാരെ അപേക്ഷിച്ച് നമുക്ക് നമ്മുടെ അതിൻ്റെ എല്ലാത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കും. അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം ചെയ്യുക, സുന്ദരികളാവുക, ആരോഗ്യത്തോടു കൂടി. ഇപ്പം നമുക്ക് ഡെഫിഷ്യൻസി ഉള്ളതൊക്കെ നോക്കുക, അതെല്ലാം ചെയ്ത് വളരെ സുന്ദരികളും ആരോഗ്യവതികളുമായിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നു. ബ്രിജി.